ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ പിലോപ്പിയാണ്. സോ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 2 to 3 hours വരെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിന് ശേഷം ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക നമുക്ക്. സോ വെളിച്ചെണ്ണ ഓയിലും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞൊരു രീതിയിൽ വരും. സോ അതൊന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ വറുത്ത എണ്ണയുള്ള ആ ഒരു ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് എക്സ്ട്രാ എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. സോ വറുത്ത മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഭയങ്കര ഇതൊന്നും പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറിയ രീതിക്ക് ചതച്ചെടുത്തിട്ടുള്ളൂ. സോ അതാണ് ആഡ് ചെയ്യണത്. ഇപ്പോൾ ഈ പതഞ്ഞ് വന്നേക്കണമെന്ന് വെച്ചാൽ എണ്ണയും ഓയിലും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് പതഞ്ഞ് വന്നേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ മുളകാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞൊന്നുമല്ല, നടുവി ഒന്ന് കീറിയാണ് നമ്മൾ മുളക് ആഡ് ചെയ്ത് കൊടുത്തേക്കണം. എന്നിട്ട് ആ ഒരു എണ്ണയിൽ ഈ ഫ്ലേവേഴ്സ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വറുത്ത മീനിൻ്റെ ഫ്ലേവറും അതേപോലെ ഈ ഒരു ഈ ഒരു ഫ്ലേവേഴ്സും കൂടെ കിട്ടുമ്പോൾ അത് അടിപൊളിയായിരിക്കും. എന്നിട്ട് നമുക്ക് ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നല്ല രീതിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. സോ അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില മസ്റ്റാണ്, ഒട്ടും ഒഴിവാക്കാൻ പറ്റിയത്. കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ കറിക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് മാറും. സോ ഇതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് വാടി കഴിയുമ്പോഴേക്ക് അതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1-2 ടേബിൾ സ്പൂൺ മതിയാവും. കറക്റ്റ് അളവായിട്ടല്ല, ഒരു കണക്ക് വെച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും കൂടെയാണ് ആഡ് ചെയ്യണം. അധികം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ മീൻ വറുത്തയിലും കൂടെ ഓൾറെഡി മസാലാസ് ചേർത്ത് കൊടുത്തതാണ്. സോ ഇത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വാടിക്കഴിഞ്ഞ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2ാം പാലാണ് ആഡ് ചെയ്യണത്. തലപ്പാൽ നമ്മൾ മാറ്റി വെച്ചേക്കാണ്, അത് അവസാനമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇത് 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട്. നല്ല രീതിക്ക് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞതൊന്നുമല്ല, നല്ല റൗണ്ടിൽ വലുതാക്കി തന്നെ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടി ഈ തക്കാളി കഴിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാം നല്ല രീതിക്ക് റെഡിയായി അതൊന്ന് ചെറുതായിട്ട് കുറുകി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. സോ ഈ വറുത്ത മീൻ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും ഈ മീനിൻ്റെ പുറത്തത്തെ ആ ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വറുത്ത മീൻ ഇങ്ങനെ കറിയായിട്ട് എടുക്കുമ്പോൾ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സോ ഇത് മതിയാകും. കറി കുറച്ചും കൂടെ മീനിട്ടിട്ട് കുറുകിയിട്ട് നമുക്കിത് മാറ്റാവുന്നതാണ്. സോ ഇനി നമുക്ക് ഇതിലേക്ക് തലപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തലപ്പാൽ ഒഴിച്ച് കുറച്ച് നേരം നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില മെയിനാണ് ഈ കറിക്ക്. മെയിൻ സാധനം കറിവേപ്പില തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചുമന്ന് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. സോ ഇനി ഇത് കഴിക്കുകയാണ്. സോ നമ്മൾ ഇതിൻ്റെ കൂടെ ഓൾറെഡി ഒരു നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതിൻ്റെ നല്ല എരിവുള്ള ഈ ചമ്മന്തിയും അതേപോലെ തന്നെ നമ്മുടെ നല്ല ചുമന്ന് നല്ല എരിവുള്ള നമ്മുടെ ഈ ഒരു മീൻ കറിയും കൂട്ടിയാണ് ഇന്നത്തെ ഫുഡ്. സോ നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല മണവും വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മീനൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ആ പുറമേ നല്ല അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അതേപോലെ ഈ മുളക് ചമ്മന്തിയും ഈ മീനിൻ്റെ ചാറും എല്ലാം കൂടിയിട്ട്
നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. സോ നമ്മുടെ മീൻ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഈ ചോറിൻ്റെ കൂടെ കുഴച്ച് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. സോ എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.